ഹായ് ഓൾ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു മിനി കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു എഗ്ഗ് വെച്ചിട്ട് നമ്മളതൊരു ചെറിയൊരു സ്പഞ്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് മാത്രം ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ, കാരണം സൈഡിലൊന്നും വെച്ചിട്ട് വെറുതെ ഇത് അധികം ഒന്നും പൊങ്ങി വരില്ല. അപ്പോൾ ഉള്ള ബട്ടർ പേപ്പർ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഉൾഭാഗത്ത് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് സാധാരണ നമ്മളെല്ലാവരും വീട്ടിലുള്ള ആ ഒരു ചായക്കപ്പ് ഗ്ലാസ് എടുത്തിട്ടാണ് ഇതാ 2 പീസാണ് കട്ട് ചെയ്തെടുക്കണേ. കാരണം നമ്മൾ മിനി കേക്കിന് അധികം ഹൈറ്റ് വേണ്ട, കൂടുതൽ ഹൈറ്റ് ആകുമ്പോൾ അതല്ലെങ്കിലോ ചെറുതല്ലേ. അപ്പം നമ്മളിത് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ കെട്ടി പറഞ്ഞു വീഴും. അപ്പോൾ 2 ലെയർ മാത്രമേ ഉള്ള ഒരു ഇത് എടുത്തിട്ടുള്ളൂ. പിന്നെ ഫില്ലിംഗ് ആയിട്ട് ഇതിലൊന്നും കൊടുക്കണ്ട, കാരണം ഇത് നമുക്ക് ഹാർഡ് ഷേപ്പ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കട്ട് ചെയ്യാനും ഐസിങ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഇത് എല്ലാവരും കണ്ടു വരുമ്പോഴേക്ക് ചിലപ്പോൾ ഈ വാലൻറ്റൈൻസ് ഡേ ഒക്കെ പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഡേ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു റെഡ് കളറാണ് വേണ്ടത്, നല്ല മെറൂൺ റെഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശ്രമത്തിലാണ്. ആദ്യം തന്നെ കുറേ റെഡ് കളറ് ജെൽ കളറ് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ഒരു പിങ്ക് കളർ പോലെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മെറൂൺ കളർ കിട്ടാൻ ബ്ലാക്കും റെഡും കൂടെ മിക്സ് ആക്കിയാൽ മതിയെന്ന്. അതിലാകെ പണിയായി, കാരണം ആ ഒരു ബ്ലാക്ക് കുറച്ച് ഒഴിച്ച് മിക്സ് ആക്കിയതോടുകൂടി അതിന് വേറൊരു കളറായി. എന്നിട്ട് വീണ്ടും പിന്നെയും റെഡ് കളർ ഒഴിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച കളറൊന്നും ആയിട്ടില്ല. തൽക്കാലം ഇനിയുള്ള കളറ് തീർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്രയും ആ ഒരു ലട്ട കളറാണ് അയക്കുന്നത്. ആ ഒരു കളർമ നിർത്തി. ഇനി നമ്മൾ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കേക്ക് എടുത്തിട്ട് ഹാർഡ് ഷേപ്പ് ആക്കുകയാണ്. അപ്പോൾ ഒരു പ്ലസ്സൊക്കെ വരച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുമല്ലോ, ക്രോസ് ചെയ്തിട്ട്, അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഈ ഹാർഡ് ഷേപ്പിൻ്റെ മോൾഡിൽ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ചെയ്ത് ഇതാക്കണേ. അത് നല്ലൊരു ഹാർട്ടാണ് കേട്ടോ. ആയി വരുമ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇത് സെറ്റാക്കുന്നുണ്ട്. ഈ റൗണ്ട് കേക്കിന് നമ്മൾ ഹാർഡ് ഷേപ്പ് ആക്കാൻ അത് ഭയങ്കര രസമാണ്, ചെയ്യാനും ചെയ്യണത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഇത് ചെറുതായ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം നമ്മളിങ്ങനെ വെച്ച് ടേൺ ടേബിളൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി നിരങ്ങി പോകുന്നുണ്ട്, വെയിറ്റ് ഇല്ലാത്ത സാധനമുണ്ട്. ഇത് നമ്മൾ സാധാ വലിയ കേക്കിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാലും ഞാൻ എനിക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഇരിക്കും തോറും കളറിന് ഈ ക്രീമിന് നല്ലൊരു ഡാർക്ക് കളറായി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അധികം വെളിച്ചം കുറവുള്ള കാരണമാണ്. സൺലൈറ്റിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കളറാവുന്നുണ്ട്. അങ്ങനെ ഇതിനെ ഒരുവിധം മെനയാക്കി എടുത്തിക്കണ്. എന്നിട്ട് ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ മുകളിൽ ഏതായാലും ഇത് വലിയ വൃത്തിയൊന്നുമില്ല, അപ്പോൾ പിന്നെ സ്പാച്ചുല വെച്ചിട്ടുള്ള ഇങ്ങനൊരു ഡിസൈൻ കൊടുത്ത്. പിന്നെ എനിക്കിതുമ്പോൾ എന്തെങ്കിലും ഒന്ന് റൈറ്റിങ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു, അതാണെങ്കിൽ എയർ ബബിൾസ് വന്നിട്ട് ആകെ നാശകോശമായി ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ലൂസാക്കി എടുത്ത്, എന്നിട്ട് ഞാൻ പോയി എന്ന് വിചാരിച്ചിട്ട് എഴുതിയതാണ് ഈ ലവ്ന്ന്. അത് നല്ല രസമായിട്ടൊക്കെ തോന്നിയിട്ട്. എന്നിട്ടും അത് എഴുതിയിട്ട് എനിക്ക് മതിയായിട്ടില്ല, ഇനി എന്തെങ്കിലുമൊക്കെ നമ്മൾ കുത്തി നടക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ അത് അലങ്കോലാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് സൈഡിൽ കുറച്ച് ഫ്ലവർ വെച്ച്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ? ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഇതിൻ്റെ ബാലൻസ് സ്പഞ്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ കേക്ക് ഷോപ്പിൽ പോയപ്പോൾ വാങ്ങി വെച്ചിട്ടുള്ള ഒരു മോൾഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ബോക്സ്, നമുക്കിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഹാർഡ് ഷേപ്പ് ബോക്സാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സ്പഞ്ച് വെച്ച് കൊടുത്ത്, പിന്നെ നമ്മളെ നേരത്തെ ബാക്കി തന്നെ ക്രീം ഉണ്ടായിരുന്നല്ലോ, അത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നോസിൽ വെച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈനും ചെയ്ത് കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടച്ച് വെച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്കായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ പറ്റും. ഒരാൾക്ക് കേൾക്കാനുള്ള കേക്കൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ആണെങ്കിൽ ഫസ്റ്റ്, രണ്ടാമത്തെ ആണെങ്കിൽ സെക്കൻഡ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.